പത്രസ്വാതന്ത്ര്യത്തിനു വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യം ഏത്? പത്രസ്വാതന്ത്ര്യത്തിനു വേണ്ടി നിയമനിർമ്മാണം നടത്തിയ ആദ്യ രാജ്യം ഏത്? ഉത്തരം സ്വീഡൻ. പുനർജന്മ നിരൂപണത്തിൻ്റെ കർത്താവ് ആര്? പുനർജന്മ നിരൂപണത്തിൻ്റെ കർത്താവ് ആര്? ഉത്തരം ചട്ടമ്പിസ്വാമികൾ. പുരുഷസിംഹം എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര്? പുരുഷസിംഹം എന്നറിയപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ആര്? ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി. പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ച വർഷം ഏത്? പണ്ഡിറ്റ് കറുപ്പൻ അന്തരിച്ച വർഷം ഏത്? ഉത്തരം 1938. പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം ഏത്? പണ്ഡിറ്റ് കറുപ്പൻ ജനിച്ച സ്ഥലം ഏത്? ഉത്തരം ചേരനല്ലൂർ. പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി നിയമസഭയിൽ അംഗമായ വർഷം ഏത്? പണ്ഡിറ്റ് കറുപ്പൻ കൊച്ചി നിയമസഭയിൽ അംഗമായ വർഷം ഏത്? ഉത്തരം 1925. ബർമുഡ ഗ്രാസ് എന്നറിയപ്പെടുന്നത് എന്ത്? ബർമുഡ ഗ്രാസ് എന്നറിയപ്പെടുന്നത് എന്ത്? ഉത്തരം കറകപ്പുല്ല്. ബഹുജൻ സമാജ് പാർട്ടിയുടെ പ്രധാന തട്ടകം? ബഹുജൻ സമാജ് പാർട്ടിയുടെ പ്രധാന തട്ടകം? ഉത്തരം ഉത്തർപ്രദേശ്. ബാലഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആര്? ബാലഗുരു എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആര്? ഉത്തരം വാഗ്ഭടാനന്ദൻ. ഭൂപടങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഭൂപടങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഉത്തരം കൃഷിയിടങ്ങൾ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് പിരിച്ചുവിട്ട തീയതി എന്ന്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് പിരിച്ചുവിട്ട തീയതി എന്ന്? ഉത്തരം 1947 ഓഗസ്റ്റ് 14. ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം എന്ത്? ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം എന്ത്? ഉത്തരം വെളുപ്പ്. ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ച് റിസർവ് ബാങ്ക് നാണയം പുറത്തിറക്കിയ വർഷം ഏത്? ശ്രീനാരായണ ഗുരുവിനെ ആദരിച്ച് റിസർവ് ബാങ്ക് നാണയം പുറത്തിറക്കിയ വർഷം ഏത്? ഉത്തരം 2006. ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് പ്രകാശം ഉപയോഗിക്കാൻ കാരണം? ട്രാഫിക് സിഗ്നലിൽ ചുവപ്പ് പ്രകാശം ഉപയോഗിക്കാൻ കാരണം? ഉത്തരം തരംഗദൈർഘ്യം കൂടുതലായതിനാൽ. ത്രിവേണി സംഗമം എവിടെയാണ്? ത്രിവേണി സംഗമം എവിടെയാണ്? ഉത്തരം അലഹബാദ്. സ്റ്റീഫൻ ഹോക്കിങ്ങിനോടുള്ള ആദരസൂചകമായി ബ്ലാക്ക് ഹോൾ എന്ന പേരിൽ നാണയം ഇറക്കിയ രാജ്യം ഏത്? സ്റ്റീഫൻ ഹോക്കിങ്ങിനോടുള്ള ആദരസൂചകമായി ബ്ലാക്ക് ഹോൾ എന്ന പേരിൽ നാണയം ഇറക്കിയ രാജ്യം ഏത്? ഉത്തരം ബ്രിട്ടൻ. മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? മധ്യപ്രദേശിൻ്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം നർമ്മദ. യുനെസ്കോ 2019 ലോക പുസ്തക തലസ്ഥാനം ആയി തിരഞ്ഞെടുത്ത നഗരം ഏത്? യുനെസ്കോ 2019 ലോക പുസ്തക തലസ്ഥാനം ആയി തിരഞ്ഞെടുത്ത നഗരം ഏത്? ഉത്തരം ഷാർജ. പുന്നപ്ര വയലാർ സമരത്തെ അനുസ്മരിച്ച് വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം എഴുതിയത് ആര്? പുന്നപ്ര വയലാർ സമരത്തെ അനുസ്മരിച്ച് വയലാർ ഗർജിക്കുന്നു എന്ന ഗാനം എഴുതിയത് ആര്? ഉത്തരം പി. ഭാസ്കരൻ. ഇന്ത്യയിലെ റോളിംഗ് പദ്ധതിക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രി ആര്? ഇന്ത്യയിലെ റോളിംഗ് പദ്ധതിക്ക് തുടക്കമിട്ട പ്രധാനമന്ത്രി ആര്? ഉത്തരം മൊറാർജി ദേശായി. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? ഉത്തരം കുട്ടനാട്. പഞ്ചശീല കരാറിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏത്? പഞ്ചശീല കരാറിൽ ഇന്ത്യയോടൊപ്പം ഒപ്പുവെച്ച രാജ്യം ഏത്? ഉത്തരം ചൈന.
ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര്? ഇന്ത്യയുടെ ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി ആര്? ഉത്തരം രാകേഷ് ശർമ്മ. ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം എം വിശ്വേശ്വരയ്യ. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ പാലം ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? ഉത്തരം ബ്രഹ്മപുത്ര. കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ഏത്? കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ഏത്? ഉത്തരം ആയ് രാജവംശം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏത്? ഉത്തരം ശാസ്താംകോട്ട കായൽ. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സച്ചിദാനന്ദൻ്റെ നാടകം ഏത്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച സച്ചിദാനന്ദൻ്റെ നാടകം ഏത്? ഉത്തരം ഗാന്ധി. ഇന്ത്യയുടേതുപോലുള്ള പ്രാദേശിക സമയം ഉള്ള രാജ്യം ഏത്? ഇന്ത്യയുടേതുപോലുള്ള പ്രാദേശിക സമയം ഉള്ള രാജ്യം ഏത്? ഉത്തരം ശ്രീലങ്ക. ഭാരതത്തിൻ്റെ ദേശീയ പൈതൃക മൃഗം ഏത്? ഭാരതത്തിൻ്റെ ദേശീയ പൈതൃക മൃഗം ഏത്? ഉത്തരം ആന. ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം കോസി. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഉത്തരം മഹാനദി. ഇന്ത്യയിലെ വലിയ തടാകം ഏത്? ഇന്ത്യയിലെ വലിയ തടാകം ഏത്? ഉത്തരം ചിൽക്ക തടാകം. ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിര ഏതാണ്? ഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള പർവ്വതനിര ഏതാണ്? ഉത്തരം ഹിമാലയം. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏത്? ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി ഏത്? ഉത്തരം ലഡാക്ക്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ എത്ര നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ എത്ര നാട്ടുരാജ്യങ്ങളാണ് ഉണ്ടായിരുന്നത്? ഉത്തരം 563.